ഞങ്ങൾ 2006 മുതൽ LDF-നെ പിന്തുണച്ച് വരികയാണ്. 2001 PDP UDF-നെ പിന്തുണച്ചു. അന്ന് 99 സീറ്റോടുകൂടി ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായി. 99 സീറ്റാണ്. അതിനുശേഷം 2006 PDP LDF-നെയാണ് പിന്തുണച്ചത്. അതിന് കാരണമുണ്ട്, തക്കതായ കാരണം. AK ആന്റണിയുടെ പരാമർശം, AK ആന്റണി നടത്തിയ ഫാസിസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കൊടപിടിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളെ ശക്തമായി എതിർത്തുകൊണ്ടാണ് ഫാസിസത്തിനെതിരെ കൃത്യമായ നിലപാട് എടുത്തു വന്നിരുന്ന തലത്തിലാണ് ഞങ്ങൾ LDF-ന് 2006 പിന്തുണ നൽകുകയും 100-നടുത്ത സീറ്റിൽ തന്നെ നമ്മുടെ അന്തരിച്ച VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്നത്. അതിനുശേഷവും തുടർച്ചയായിട്ട് LDF-ന് ഒരു പ്രാവശ്യം ഒറ്റയ്ക്ക് മത്സരിച്ചു PDP 2011 അല്ലേ, 2011. അന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ ഇരു മുന്നണികളും തുല്യാതുല്യം വെറും 72 സീറ്റുകളോടാണ് ശ്രീ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നത്. PDP ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോഴാണ്. അപ്പോൾ അതെന്ത് മെസ്സേജാണ് സമൂഹത്തിന് നൽകുന്നത്? PDP ചിലപ്പോൾ ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന തലത്തിൽ വോട്ട് കിട്ടണമെന്നില്ല. പക്ഷേ PDP-യുടെ പിന്തുണ പ്രസക്തമാണ്. PDP ഒരു മുന്നണിയെ പിന്തുണച്ചു കഴിഞ്ഞാൽ PDP-യുടെ ആ പിന്തുണ കൊണ്ട് നല്ലൊരു വിഭാഗം ജനങ്ങളും ആ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. തുടർന്ന് നമ്മുടെ ബഹുമാന്യനായ പിണറായി വിജയൻ PDP-യുടെ പിന്തുണയോടെ 100-നടുത്ത സീറ്റിൽ അധികാരത്തിൽ വന്നു. വീണ്ടും രണ്ടാമതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും 100 സീറ്റിനടുത്ത് അവിടെ അധികാരത്തിൽ വന്നു. PDP-യുടെ പിന്തുണ എവിടെ കൊടുക്കുന്നുണ്ടോ അപ്പോഴെല്ലാം തന്നെ ഈ 100 സീറ്റിനടുത്ത് ഒരു മുന്നണി നേടുന്നു എന്ന കണക്ക് വളരെ കൃത്യമാണ്. അബ്ദുൽ നാസർ അതിന് നേതൃത്വം കൊടുക്കുന്ന PDP എന്ന പ്രസ്ഥാനം എവിടെ പിന്തുണച്ചോ അവിടെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിനുള്ള ദൃഷ്ടാന്തമാണ്, തെളിവാണ് ഞാൻ ഈ പറഞ്ഞത്. അത് പരിശോധിച്ച് നോക്കണം. ഈ പ്രാവശ്യം അദ്ദേഹം ചോദിച്ചു PDP-യുടെ നിലപാട്. PDP-ക്ക് എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിരുപാധികമായ പിന്തുണ LDF-ന് നൽകി, കഴിഞ്ഞ പ്രാവശ്യം വരെ. എന്നാൽ ഇനി ആ നിരുപാധിക പിന്തുണ എന്ന് പറയുന്നത് ഞങ്ങൾ ഇനി അടുത്ത് കൂടുന്ന 29-ാം തീയതി കൂടുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പരിശോധിക്കും. ഞങ്ങൾ അങ്ങനെ പരിശോധിച്ചെടുക്കുന്ന തീരുമാനം എന്തു തന്നെയായാലും പാർട്ടി ചെയർമാന്റെ അന്തിമ തീരുമാനത്തോടു കൂടി തന്നെ ഞങ്ങൾ പ്രഖ്യാപിക്കും. PDP സ്വന്തമായി നേട്ടം ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശമേ പാർട്ടിക്കില്ല. ഞങ്ങളുടെ ലക്ഷ്യം പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്തായി ഇന്ന് ഏറ്റവും കൂടുതൽ അപകടകരമായി മുന്നോട്ട് പോകുന്ന ഫാസിസത്തിനെതിരെ, അതോടൊപ്പം തന്നെ സാമ്രാജ്യത്തിനെതിരെ പാർട്ടി രൂപീകരണ കാലം മുതലേ എടുക്കുന്ന നിലപാടാണ്. വ്യക്തമായ നിലപാട് പാർട്ടിക്കുണ്ട്. അതിനെതിരെ UDF-ൽ നിന്നും വ്യത്യസ്തമായിട്ട് LDF എടുക്കുന്ന ആ നിലപാടിനാണ് ഞങ്ങൾ പിന്തുണ കൊടുത്തത്. അല്ല, ഞങ്ങൾക്ക് സ്വന്തമായൊരു നേട്ടം ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. UDF-ന്റെ നിലപാടിനോടുള്ള അകൽച്ചയാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ അതെല്ലാം ഞങ്ങൾ കൂടുന്ന ഈ സെക്രട്ടേറിയറ്റ് താഴേക്ക് നിന്നുള്ള ആൾക്കാരുടെ തീരുമാനങ്ങളും ഘടകങ്ങളുടെ തീരുമാനങ്ങളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സാഹചര്യം ഞങ്ങളുടെ നിലപാട് കമ്മിറ്റി കൂടിയതിന് ശേഷം മാത്രമേ ആ സാഹചര്യത്തിലേക്ക് ഞങ്ങൾ മാറ്റം വന്നതായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. മാറ്റം വന്നതായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഹിന്ദുത്വ സമീപനത്തിൽ നിന്ന് മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതുവരെ ഇപ്പോൾ ഓരോ നിലപാടുകളിലേക്കുള്ള മാറ്റം അവർ പ്രഖ്യാപിക്കട്ടെ. അവർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞങ്ങളത് പരിഗണിക്കും. ആ നിലപാടിൽ കൃത്യത വരുത്തണം. അവർ നേരത്തെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ടുള്ള കൃത്യത പാലിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് അവിടെ സ്വീകരിക്കുകയാണെങ്കിൽ അന്നേരം ഞങ്ങൾ ആലോചിക്കുക.
പരാമർശം നടത്തിയിരുന്നു മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ കാറിൽ കൊണ്ടുപോയത്. ആ പരാമർശത്തോട് PDP യോജിക്കുന്നുണ്ട്. കാറിനകത്ത് കൊണ്ടു നടക്കുന്നതിനോട് ആരെയും കാറിനകത്ത് കൊണ്ടുപോകാം. അതിനെ ഞങ്ങൾക്ക് അതൊരു വിമർശനാത്മകമായിട്ട് പറയുന്നതിൽ അർത്ഥമില്ല. അത് പല ഒരു വ്യക്തിത്വത്തിൽ സൗഹാർദ്ദമായിട്ടോ കാറിനകത്ത് കൊണ്ടു കൊടുത്തെന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കുന്നത്. പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരാളെ കാറിൽ കയറ്റുകയും അദ്ദേഹത്തിനെതിരെ മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ ഇപ്പോൾ കേസെടുത്തേനെ. കേസ് പോലും എടുക്കാതെയാണ് ഇടതുമുന്നണി ഇപ്പോഴും അദ്ദേഹത്തെ സംരക്ഷിച്ചിരിക്കുന്നത്. ആ നിലപാട് എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ തള്ളി പറയാറ്? അതിനകത്ത് ഈ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തിലാണ് ഇങ്ങനെ പരാമർശം നടത്തിയതെങ്കിൽ എപ്പോഴേ കേസ് വന്നേനെ. അല്ല, അതില് വെള്ളാപ്പള്ളി ഇപ്പോൾ ഉണ്ടാകിയ പരാമർശങ്ങളൊന്നും തന്നെ അത് ഒരു വർഗീയ പരാമർശമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അത് മുസ്ലിം ലീഗിനെതിരെയുള്ള പരാമർശമായിട്ട് വ്യക്തവും കൃത്യവുമായിട്ട് പറഞ്ഞു. അത് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്.